ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. കോഴിക്കോട് 15-കാരിയെ പീഡിപ്പിച്ച സംഭവം. അതിൽ കുറ്റാരോപിതരായ കുട്ടികളെ ഇപ്പോൾ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 4 വിദ്യാർത്ഥികളെയാണ് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയത്. ജുവനൈൽ ബോർഡിന് മുൻപാകെ ഹാജരാക്കിയാണ് നടപടി. രാഹുൽ, ഇനി ഈ കേസിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഇനി ജുവനൽ ബോർഡിൻ്റെ തീരുമാനമാണ്. അത് സമപ്രായക്കാരാണ്, 15 വയസ്സുകാരിയാണ്. ഈ കുറ്റാരോപിതരും ഇതേ പ്രായക്കാർ തന്നെയാണ്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരമാണ്. ആദ്യം കുട്ടി മൊഴി നൽകിയത് 2 പേർ ചേർന്ന് ശാരീരികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു. പിന്നീട് ഒരു കുട്ടി കൂടി ഈ വിധത്തിൽ സമാന രീതിയിൽ തന്നെ ഉപദ്രവിച്ചു എന്ന് പെൺകുട്ടി മൊഴി നൽകി. അങ്ങനെ ആ 3 വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഈ പീഡിപ്പിച്ചത് മൊബൈൽ ഫോണിൽ മറ്റൊരു വിദ്യാർത്ഥി പകർത്തിയെന്നുകൂടിയാണ് പെൺകുട്ടി മൊഴി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 പേരെ പ്രതിപട്ടികയിൽ ചേർത്തത്. 4 പേരെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയാണ് ഏതായാലും ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിട്ടുള്ളത്. 7 വിദ്യാർത്ഥികളെയാണ് ഈ ജുവനൈൽ ബോർഡിന് മുൻപാകെ പോലീസ് ഹാജരാക്കിയത്, നോട്ടീസ് നൽകിയാണ്. ഇതിൽ 4 പേരെ, 3 പേർ ലൈംഗികമായി കുട്ടിയെ ഉപദ്രവിച്ചു, മറ്റൊരു കുട്ടി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. ആ 4 പേരെയുമാണ് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിയമപരമായ നടപടികൾ ജുവനൈൽ ബോർഡിന് മുമ്പിലാണ്. ബോർഡിന്റെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.